ഹായ് ഗൈസ്, ഇന്ന് കുറച്ച് ചൂരമീൻ കിട്ടിയിട്ടുണ്ട്. നല്ല ചൂരയാണ് കേട്ടോ. കെട്ടിട്ടൊന്നും ഇല്ല, നല്ലതാണ്. ഒരു അഞ്ചോ ആറോ എണ്ണം ഉണ്ട്. അപ്പൊ ഇത് ക്ലീൻ ചെയ്യുന്നതും അമ്മയാണ് കേട്ടോ. അപ്പൊ എനിക്ക് മീൻ ക്ലീൻ ചെയ്യണ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പം കട്ട് ചെയ്യണതും ക്ലീൻ ചെയ്യണതും ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അപ്പൊ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. അപ്പം അമ്മയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഞാൻ കട്ട് ചെയ്ത ഇപ്പോഴൊന്നും തീരത്തില്ല. അതേപോലെ തന്നെ വലിയ മീനൊന്നും എനിക്ക് അത്ര കട്ട് ചെയ്യാനും അറിയില്ല. അപ്പം ഈ ചൂരമീനൊക്കെ അമ്മയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പൊ ഇതേപോലെയാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ഇവിടെ ആണെങ്കിൽ ഇതിന്റെ തൊലി ഫുള്ള് ഒലിച്ചെടുക്കും. എല്ലാ നാട്ടിലും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ മേടിക്കുന്ന എല്ലാ മീനിന്റെയും തൊലി ഒലിച്ച് കളയാറുണ്ട് കേട്ടോ. മറ്റേ എന്താ പറയാ, ചാളമീൻ ഉണ്ടല്ലോ, അതിന്റെ തൊലി അല്ലാതെ ബാക്കിയുള്ള എല്ലാ മീനിന്റെയും തൊലി ഇതേപോലെ ഒലിച്ച് കളയാറുണ്ട്. കാരണം വേറൊരു ചെവയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. തൊലിയെല്ലാം ഒലിച്ച് കളഞ്ഞിട്ടേ കറിക്ക് വേണ്ടി എടുക്കത്തുള്ളൂ. അപ്പൊ ഇതേപോലെയാണ് കേട്ടോ ചൂരമീൻ കട്ട് ചെയ്തെടുക്കുന്നേ. അപ്പം ഇന്നത്തെ മീൻ എന്തായാലും പച്ചയായിട്ട് ഇരിപ്പുണ്ട്. കൊള്ളാം. കട്ട് ചെയ്യുമ്പോ തന്നെ നമുക്ക് കണ്ടാ അറിയാലോ. അപ്പം നല്ല മീനായിരുന്നു. അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ടാണ് കേട്ടോ കഴുകുന്നത്. ഉപ്പിടുന്ന വീഡിയോ ഞാൻ മിസ്സായിപ്പോയി. ഉപ്പിട്ടിട്ടാണ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണത്. പിന്നെ ഈ ചൂരമീൻ്റെ ഉള്ളില് അതിന്റെ പരു ഉണ്ടായിരുന്നു. പരു മുട്ട എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതുണ്ടായിരുന്നു കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതും കൂടി അതിന്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ക്ലീൻ ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പുരട്ടാണ് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറി മസാല ഇടും കേട്ടോ ഞങ്ങളുടെ ഇവിടെ. പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് ഉണങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്കിത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കറീനേക്കാളും ഞാൻ കൂടുതലും കഴിക്കുന്നത് ഫ്രൈ ആണ് കേട്ടോ. എനിക്ക് എല്ലാ മീനും ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതേപോലെയാണ് കേട്ടോ മസാല ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്താണെങ്കിൽ കുറച്ച് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്രയും മുട്ട ഉണ്ടായിരുന്നു. ആ മുട്ടേനെ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.